നമസ്കാരം. സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ശാരികയെ കാണാനായിട്ട് ജയശ്രീ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഗേശ്വരി ആൻറ്റി ജയശ്രീക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ ജയശ്രീ ചോദിക്കുന്നുണ്ട്, ശാരികയ്ക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ, സാധാരണ സ്ത്രീകൾക്കുള്ള പോലെയുള്ള സ്വഭാവങ്ങളൊന്നും ശാരികയ്ക്കില്ലല്ലോ, ശാരിക ഒരു വെറൈറ്റി അല്ലേ, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ശാരികയും രാജീവിൻ്റെ വിവാഹം കഴിഞ്ഞ് നവവധൂവരന്മാരെ പോലെ വന്നിരിക്കുന്നതാണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വെട്ടാൻ കൊണ്ടു നടക്കുന്ന പോത്തിൻ്റെ കഴുത്തിൽ ഒരു കുരുക്ക് ഇട്ടേക്കുന്നത് പോലെയാണ് രാജീവനെയും കൊണ്ട് നടക്കുന്നത്. ആ പാവം രാജീവനെ കഷ്ടപ്പെടുത്തുകയാണ്. രാജീവനാണെങ്കിൽ ഭാര്യ എന്നുള്ള യാതൊരു സ്ഥാനവും ശാരിക കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറയുകയാണ്. ശാരികയ്ക്ക് അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്ന ശാരിക പറയുന്നുണ്ട്, ഈ ജയശ്രീ ചേച്ചി എന്നെ ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ, അത് ഞാൻ രാജീവേട്ടൻ്റെ വൈഫ് ആയതുകൊണ്ട് തന്നെയാണ്, ആ സ്ഥാനം എനിക്ക് വേറെ ആരും തരണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ശാരിക പറയുകയാണ്, പറയുന്നത് ശരിയാണ്, രാഖിയോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ, കുറച്ച് സ്നേഹമൊക്കെ രാജീവേട്ടനുണ്ട്, അത് പതുക്കെ പോകും, അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം, ഈ കുട്ടികളെയും ഇനി ഒരിക്കലും രാജീവേട്ടൻ കാണാതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജീവൻ ഇതെല്ലാം കേട്ട് വരുന്നുണ്ട്. രാജീവൻ അപ്പോൾ അത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഒറ്റയടി ആഞ്ഞടിക്കുന്നുണ്ട് ശാരികയുടെ മുഖത്ത്. അപ്പോൾ ശാരിക വളരെയധികം ഞെട്ടി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത്രയും മാത്രം നിങ്ങളോട് സംസാരിച്ചുള്ളൂ, എന്നെയും രാഖിയെ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, രാഖിയെ കാണാതിരിക്കാനുള്ള കാര്യം മാത്രമേ ഇവൾ പറഞ്ഞുള്ളൂ, അതിനുവേണ്ടി അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാഖിയെ ആക്സിഡൻറ്റ്, അതായത് രാഖിക്ക് പെട്ടെന്നുണ്ടായ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യം, കൊല്ലാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യമൊക്കെ രാജീവൻ അറിഞ്ഞത് ജയശ്രീ ചേച്ചിയുടെയും യോഗേശ്വരി ആൻ്റിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്. നമ്മുടെ ശാരിക നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. അതായത് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് രക്ഷയില്ലല്ലോ, ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് മനസ്സിലായല്ലോ എന്ന് ഓർത്ത് ശാരിക ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. രാജീവൻ പറയുകയാണ്, എനിക്കിനി വേറെ ഒന്നും നോക്കാനില്ല, എൻ്റെ കുട്ടികളാണ് ചിന്നും ചന്തവും, അതുപോലെ എൻ്റെ ഭാര്യയാണ് രാഖി, അവരുടെ ജീവന് ആപത്ത് വരുത്താതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും, എൻ്റെ സ്വഭാവം അറിയാലോ, ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ എനിക്കറിയാം, നീ ഉഗ്രവിഷമുള്ള ഒരു ഇനമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രാജീവൻ അവിടെ നിന്നും പോകാനായിട്ട് റെഡിയാവുകയാണ്. ശേഷം രാഖിയുടെ വീട്ടിൽ രാഖി തിരിച്ചെത്തുന്നതാണ് കാണിക്കുന്നത്. ഓട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ആര്യ ചേച്ചി പെട്ടെന്ന് വരുമ്പോൾ തന്നെ കയ്യിൽ ഇങ്ങനെ മുറിവൊക്കെ പറ്റിയിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇതെന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം പറയാൻ ചേച്ചി എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ജയേട്ടനും ആരതിയും രാഖിയും കൂടി ഇരിക്കുമ്പോൾ ജയേട്ടൻ പറയുകയാണ്, ഇതാണോ നീ ചെറിയ ആക്സിഡൻറ്റ്, ചെറിയ മുറിവെന്നൊക്കെ പറഞ്ഞത്, ഒരാൾ കരുതി കൂട്ടി കൊല്ലാൻ നോക്കുന്നതിനാണ് ചെറുതായിട്ട് നീ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ആക്സിഡൻറ്റിനെ കുറിച്ചല്ല, മുറിവ് ചെറുതാണെന്നാണ് പറഞ്ഞത്, വേറെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുമ്പോൾ, ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പല്ലിന് പകരം പല്ല്, ഞാൻ അങ്ങനെ തന്നെ അതേ നേരത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെന്നൊക്കെ ജയേട്ടൻ പറയുകയാണ്. ഓടിച്ച ആളെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രാഖി പറയുന്നുണ്ട്, അന്ന് KSEBക്കാരുടെ വേഷത്തിൽ വന്നില്ല ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് ഞാൻ കണ്ടതെന്നൊക്കെ പറയുമ്പോൾ, ഇനിയൊന്നും നോക്കാനില്ല, ഇത് ചെയ്തത് ശാരിക തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ചെയ്ത ആളെ ഇന്നതാണെന്ന് അറിയാമെങ്കിലും അത് ചെയ്തത് ശാരികയാണെന്നുള്ളതിനൊരു തെളിവുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, തെളിവ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, അത് ശാരിക തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് നല്ല ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ്. അതിന് നമ്മൾ യാതൊരു വിധ ദ്രോഹവും ശാരിക ചെയ്തിട്ടില്ലല്ലോ എന്ന് ആര്യ ചേച്ചി പറയുമ്പോൾ, അങ്ങനെയാണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ സ്വഭാവം, അതായത് എത്ര നന്നായി നോക്കി വളർത്തിയാലും മൂർഖൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്നുള്ളതാണ്, അങ്ങനെയുള്ള ഉഗ്ര വിഷമുള്ള ഒരു സാധനമാണ് ഈ ശാരികയും എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മളെ ദ്രോഹിക്കുന്ന ഈ ശാരികയെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അതിനു വേണ്ടി തന്നെ തയ്യാറെടുക്കുകയാണ്, പക്ഷേ നമ്മൾ നേരിട്ടൊന്നും ചെയ്യില്ല, അവൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ഒരാളെ ഇറക്കിയിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ശേഷം രാജീവൻ രാഖിയുടെ അടുത്തേക്ക് വരാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ജഗന്നാഥൻ അങ്ങോട്ട് വരികയാണ്. ജഗന്നാഥൻ പറയുന്നുണ്ട്, ഇന്ന് ശാരികയ്ക്ക് കൊടുത്ത അടി അവൾക്ക് അർഹിച്ചത് തന്നെയായിരുന്നു, അതായത് അവൾക്ക് ഇതുപോലെ എതിർക്കാനും ചുട്ടടി കൊടുക്കാനും ഒരു ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ പണ്ടേ നന്നായി പോയേനെ, ഇപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്, ഒരു ആങ്ങളെ കൊടുത്ത ഒരു ശിക്ഷ പോലെയാണ് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ, അതിനൊന്നും ഞാനില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ കുടുംബജീവിതമാണ് വലുത്, എനിക്ക് ഇനി ഇവളെ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശാരികയെ നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, അതിന് രാജീവനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് രാജീവൻ അത് ധിക്കരിച്ച് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ശാരിക എത്ര മോശക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് ഒരു ചാൻസ് നമ്മൾ കൊടുക്കണം, നമുക്ക് നന്നാവാനായിട്ട്, അതിന് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നടക്കും എന്നൊക്കെ പറയുകയാണ്, അല്ലാതെ നമ്മൾ അവളെ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശാരിക പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, ശാരികയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെ കുറച്ച് നല്ല രീതിയിൽ നല്ല ആളായിട്ടൊക്കെ ജഗന്നാഥൻ പറയുകയാണ്. പക്ഷേ രാജീവൻ അതൊന്നും സപ്പോർട്ട് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ജഗന്നാഥൻ പുറത്ത് വരുമ്പോൾ രാജീവൻ പോയി കഴിഞ്ഞിട്ട് ജഗന്നാഥൻ ശാരികയോട് പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായി, നീ ഇപ്പോഴും അവനെ കാത്തല്ലേ
പോലെ അവനെ പ്രതീക്ഷിച്ചല്ല നീ ജീവിക്കുന്നത്, അവനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ജഗന്നാഥൻ വീണ്ടും രാജീവിൻ്റെ അടുത്ത് ചെന്നിട്ട് കാറിൽ കയറുമ്പോഴും പറയുകയാണ്, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും, അവളുടെ സ്വത്തെല്ലാം നേടിയെടുത്തിട്ട് അവളെ വേണ്ടാന്ന് വെച്ച് പോകുമ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു എല്ലാം ക്ലിയർ ആക്കണ്ടേ, അവളുടെ സ്വത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെയും സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും എഴുതി തന്ന ആൾക്ക് തന്നെ തിരിച്ചു എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ജഗന്നാഥൻ വന്നിട്ട് ശാരികയോട് പറയുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇവനെ പ്രതീക്ഷിച്ച് നിന്ന് നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പ്രത്യാശയുമുണ്ട്, എന്നായാലും രാജീവേട്ടൻ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുകയാണ്. ശേഷം ജയേട്ടൻ രാജേന്ദ്രൻ്റെ ഹെൽപ്പറായ ഗരുഡനെ കാണാൻ എത്തുന്നു. എന്നിട്ട് പുതുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രാജേന്ദ്രൻ്റെ മരണത്തിന് കാരണവും എല്ലാം ശാരികയാണ്, ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടതും ശാരികയെ ഇല്ലാതാക്കുക എന്നതാണെന്നൊക്കെ പറയുമ്പോൾ ശാരികയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശാരിക നമ്പൂതിരിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എല്ലാം അതിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന ഒരു അധോലോകം തന്നെ ഉണ്ടായത്. എന്ന് പറയുന്ന മുംബൈ അധോലോകം തന്നെ അതിൻ്റെ ഗ്യാങ് ലീഡറാണ്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ടാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ജേട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും നടക്കില്ലേ, നിങ്ങൾക്ക് അവളെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്, അവൾക്കെതിരെ നമ്മൾ ഇതിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ആപത്താണ്, അതുകൊണ്ട് അവരുമായിട്ട് ഒരു സൗഹൃദം ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഈ ഗരുഡൻ. ശേഷം ശാരിക വിഷ്ണുവിനോട് നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ പോലും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഗ്യാങ്ങിലുള്ളവർക്കൊന്നും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത്, കഴിവില്ലാത്ത ആളുകളെ ടീമിൽ എടുത്തിട്ടാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. അതായത് രാഗിയെ കൊല്ലാൻ നോക്കിയിട്ട് നടക്കാതെ പോയതിൻ്റെ ദേഷ്യമാണ് അവിടെ തീർക്കുന്നത്. അപ്പോൾ തന്നെ DYSP അങ്ങോട്ട് വരുന്നുണ്ട്. എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് രാജീവേട്ടൻ്റെ അടി കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കാര്യം ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നു. DYSP പറയുകയാണ്, ഞാൻ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നശിപ്പിച്ചിട്ട് അത് കേൾക്കാതെ രാജീവൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, രാജീവിൽ നിന്നും രാജീവൻ ഇറങ്ങിയാൽ പോലെ ശാരികയ്ക്ക് അതല്ലേ വേണ്ടത്, ഞാൻ അതിന് വേണ്ടി എല്ലാം എന്ന് വെച്ച് ചെയ്തോളാം, ശാരിക ധൈര്യമായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.